നിങ്ങളുടെ പ്രോഫിറ്റ് ഡബിൾ ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു ടൂളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതെ, ഇൻസൈറ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലോട്ടൊന്ന് പോകാം. ഈ ആപ്ലിക്കേഷൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൈറ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വെൻഡർ, ലേബർ, സബ് കോൺട്രാക്ടർ അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എല്ലാ സൈറ്റിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ മാറും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏതെല്ലാം രൂപത്തിൽ ഉപകാരപ്പെടും, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രോഫിറ്റിനെ എങ്ങനെ ഡബിൾ ആക്കാൻ പറ്റും എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആക്ച്വലി പ്രോഫിറ്റ് ഡബിൾ ആവണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. 2024 നമ്മൾ എത്ര പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, കൃത്യമായ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അതേപോലെ തന്നെ 2024 നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, 2024 നിങ്ങളുടെ ടേൺ ഓവർ എത്രയായിരുന്നു? ഈ 3 കാര്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത വർഷത്തേക്ക് അതിനേക്കാൾ 10% അല്ലെങ്കിൽ 15% കൂട്ടി വെക്കാൻ പറ്റുള്ളൂ. ഇത് കൃത്യമായിട്ടും കണക്കില്ല എന്നുള്ളതാണ് വാസ്തവം എന്നെനിക്കറിയാം. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ആക്ച്വലി ഈ ഒരു കണക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാമായിരുന്നു. ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്തെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് കഴിഞ്ഞ വർഷം എനിക്കുണ്ടായ പ്രോഫിറ്റ് 25 ലക്ഷമാണെങ്കിൽ എനിക്ക് ആഗ്രഹം ഈ വർഷം 50 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ്. അങ്ങനെ ആകുമ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ക്ലോസ് ചെയ്ത പ്രൊജക്റ്റിനേക്കാൾ എന്ത് ചെയ്യണം? ഒരു ഇരട്ടി പ്രൊജക്റ്റ് എനിക്ക് അധികം വരണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക? അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിലവിലുള്ള എൻ്റെ 10 ക്ലയൻറ്റും ഹാപ്പി ആകണം. ഈ 10 ക്ലയൻറ്റും ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റും. ഫ്രീ ആയിട്ട് ക്ലയൻറ്റിന് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. എന്തൊക്കെ ഫീച്ചറാണ് ക്ലയൻറ്റിന് കിട്ടുക? നമ്മൾക്കറിയാം, സ്ഥിരമായിട്ട് ക്ലയൻറ്റ് നമ്മളെ വിളിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് അവിടെ വർക്കേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം. നമ്മൾ പല മീറ്റിങ്ങിലും പല സാഹചര്യം നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? ഫോൺ കട്ടാക്കും, അല്ലെങ്കിൽ പിന്നീട് വിളിക്കാൻ മറന്നു പോകും. എന്നാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും ഇന്ന് എത്ര വർക്കേഴ്സ് ഉണ്ട്. ഇത് ചെയ്യേണ്ട ആളാരാണ്? നമ്മുടെ സൂപ്പർവൈസറാണ്. ആ കോൾ കൃത്യമായിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ക്ലയൻറ്റ് ഹാപ്പി ആവും. മറ്റൊരു കാര്യം, നമ്മൾ ക്ലയൻറ്റ് സ്ഥിരമായിട്ട് നമ്മൾ വിളിക്കുന്ന കാര്യമാണ്. നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടാവും, എല്ലാം പെർഫെക്റ്റ് ആണെങ്കിലും ഇനി എത്ര കിട്ടാനുണ്ട്, ടോട്ടൽ എത്ര ഞാൻ തന്നു, ഇനി എത്ര ബാലൻസ് ഉണ്ടെന്ന കാര്യം നമ്മുടെ ആപ്ലിക്കേഷൻ വഴി ക്ലയൻറ്റ് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ക്ലയൻറ്റ് പേയ്മെൻറ്റ് തരും, ഏത് രൂപത്തിലാണ് തരിക? അപ്പോൾ കോൺക്രീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 5 ലക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ക്ലയൻറ്റ് ആകെ 3 ലക്ഷം തരും. 1 ലക്ഷം ചെക്കായിട്ട് തരും, 1 ലക്ഷം ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ക്ലയൻറ്റ് ഇപ്പോൾ എഴുതി വെക്കുമ്പോൾ 6 ലക്ഷം എഴുതി വെക്കുക. ഈ രൂപത്തിൽ നമുക്ക് പല പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 2 ദിവസം നമ്മൾ കണക്കുകൾ നോക്കിയാൽ നമുക്ക് കിട്ടാറുണ്ട്, പക്ഷേ 2 ദിവസം നമുക്ക് നഷ്ടപ്പെടുകയാണ്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെയിലി ക്ലയൻറ്റിന് അപ്ഡേഷൻ കിട്ടുകയാണ്. എത്രയാണ് പേയ്മെൻറ്റ് കിട്ടിയത്, ഇനി എത്ര ബാലൻസ് ഉണ്ട്, ആ കാര്യം കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യമാണ്, നമ്മൾ ക്ലയൻറ്റിന് പ്ലാനും 3Dയും എലിവേഷനൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ക്ലയൻറ്റ് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കും, പിന്നെയും വീണ്ടും ആ കാര്യത്തിന് വീണ്ടും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആപ്ലിക്കേഷനിൽ ഇത് സേവ്ഡ് ആണ്. പ്ലാനും 3Dയും എലിവേഷനൊക്കെ നമുക്ക് ഇതുവഴി ക്ലയൻറ്റിന് സെൻഡ് ചെയ്യാൻ പറ്റും. നമുക്കും എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും. മറ്റൊരു കാര്യം, ക്ലയൻറ്റിന് വിഷയം എന്ന് വെച്ചാൽ വർക്ക് സമയത്ത് തീരുമെന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ വർക്ക് എന്തുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് തീരാത്തത്? നമ്മൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്കൊരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്താലാണ് നമുക്ക് കൃത്യസമയത്ത് തീരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് 6 മാസത്തെ ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാഫിനോട് പറയേണ്ടത് നമുക്ക് 5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ്. സ്റ്റാഫിനോട് അങ്ങനെ പറഞ്ഞാലും നമ്മുടെ വർക്കേഴ്സിനോട് നമ്മൾ പറയേണ്ടത് 4.5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഈ 4.5 മാസം കൊണ്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 4.5 മാസം വെച്ചിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. എങ്ങനെ ഷെഡ്യൂൾ ചെയ്യുക? ഇപ്പോൾ എർത്ത് വർക്ക് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ തീരണം, ഇത്ര രൂപക്കും തീരണം എന്ന് കൃത്യമായിട്ടും ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ വർക്കും കൃത്യസമയത്ത് കഴിയുന്നുണ്ടോ നമുക്ക് മനസ്സിലാവും. കൃത്യസമയത്ത് തന്നെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ക്ലയൻറ്റ് ഫുള്ളായിട്ട് ഹാപ്പി ആവുകയും ചെയ്യും. നമ്മുടെ പ്രവാസിയായ ക്ലയൻറ്റുകൾ എങ്ങനെയാണ് ഒരു ഹാപ്പി ക്ലയൻസായി മാറുക? അവർക്ക് ഡെയിലി ഒരു ഫോട്ടോ കിട്ടിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവർ ഫുൾ ഹാപ്പി ആവും. അവരുടെ റൂമിലുള്ള അവർ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കും നമുക്ക് തന്നെ കിട്ടും. ഇവിടെ ആപ്ലിക്കേഷൻ വഴി സൂപ്പർവൈസറും പ്രൊജക്ട് മാനേജറും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡെയിലി ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യും. അത് ഓട്ടോമാറ്റിക് ക്ലയൻറ്റിന് കിട്ടിക്കൊണ്ടിരിക്കും. ഈ 5 കാര്യമാണ് ക്ലയൻറ്റിനെ ഹാപ്പി ആക്കേണ്ടത്. ക്ലയൻറ്റ് പൂർണ്ണ അർത്ഥത്തിൽ ഹാപ്പി ആയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രോഫിറ്റ് ഡബിളല്ല 10 ഇരട്ടി വർദ്ധിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ക്ലയൻറ്റിൻ്റെ ഫോൺ കോളുകൾ മാക്സിമം കുറക്കാൻ പറ്റും. നമ്മുടെ കമ്പനി പ്രോപ്പർ ആകാൻ പറ്റും. നമ്മുടെ കമ്പനിയുടെ മറ്റൊരു വില്ലന്മാരാണ് നമ്മുടെ വെൻഡർ, ലേബർ, സബ് കോൺട്രാക്ടർമാർ. കൂടുതലുള്ള ആളുകളാണെങ്കിലും ചില സമയത്തൊക്കെ അവർ വില്ലന്മാരാവാറുണ്ട്. അത് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പുകൾ, നമ്മളെ സപ്ലയേഴ്സ്, അതാണ് നമ്മൾ വെൻഡർ എന്ന് വിളിക്കുന്നത് ഈ ആപ്ലിക്കേഷനിൽ. അതേപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ലേബേഴ്സ്, അതേപോലെ തന്നെ നമ്മൾ സബ് കൊടുക്കുന്ന സബ് കോൺട്രാക്ടേഴ്സ്. ഇവരുടെയൊക്കെ വിഷയം എന്താ? നമ്മൾ വെൻഡേഴ്സിന് എടുക്കുകയാണ്, ഷോപ്പ് എടുക്കുകയാണെങ്കിൽ രാവിലെ 8 മണി മുതൽ 10 മണി വരെയൊക്കെ ഏറ്റവും ഷോപ്പിൽ തിരക്കുള്ള സമയം. ആ സമയത്ത് എല്ലാവരും സാധനം വാങ്ങാൻ വന്നിട്ടുണ്ടാവും, നമ്മളും സാധനം വാങ്ങാൻ വന്നിട്ടുണ്ടാവും.
അവർ ആ സമയത്ത് ബില്ലൊന്നും എൻ്റർ ചെയ്യില്ല. എല്ലാം കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ എല്ലാ ബില്ലും എടുത്ത് നോക്കുമ്പോൾ ചില ബില്ലുകൾ എന്തുണ്ടാവില്ല, ആരതാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർ നമ്മളിൽ അറിയാതെ എൻ്റർ ചെയ്യാറുണ്ട്, ചിലപ്പോൾ മൾട്ടിപ്പിൾ എൻ്റർ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആ തിരക്കിനിടയിൽ നമ്മൾ അവർ ക്യാഷ് കൊടുക്കുന്നു, നമ്മൾ എഴുതി വെക്കാൻ മറക്കാറുണ്ട്, അവർ എഴുതി വെക്കാൻ മറക്കാറുണ്ട്, നമ്മൾ തന്ന ക്യാഷ് വേറൊരാളിൽ എഴുതി വെക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് വരാറുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, 18 വർഷത്തെ എക്സ്പീരിയൻസ് പ്രകാരം ഒരു 1 CR നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1 ലക്ഷം മുതൽ ഒരു 2 ലക്ഷം വരെ ഇത് ഇയർലി നഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. അപ്പോൾ അത് നിങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്ന ക്യാഷാണ്. അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വഴി സേവ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ലേബർ ഡെയിലി നമുക്ക് കൂലി കൊടുക്കണം. ഇന്ന് നിലവിലൊരു സൈറ്റിലായിരിക്കും, അവിടെ ഹാഫ് ഡേ ലീവാക്കും, മറ്റു സൈറ്റിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻ. പക്ഷേ വൈകുന്നേരം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അവർ പേയ്മെൻറ്റ് വരുമ്പോൾ അവർ തരുന്ന കണക്ക് പ്രകാരം നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കാറാണ് പതിവ്. എന്നാൽ ഇവർക്കൊരു ഇൻഡിവിജ്വൽ പേജ്, എല്ലാ ലേബറിനും ഒരു ഇൻഡിവിജ്വൽ പേജ് ഈ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. അത് നോക്കിയിട്ട് അവർക്ക് ക്യാഷ് കൊടുത്താൽ മതി. അവർക്ക് ഏതൊക്കെ സൈറ്റിൽ എത്ര കൊടുക്കാനുണ്ട്, അവർ എത്ര പണിയെടുത്തു, ഇനി എത്ര ബാലൻസ് ഉണ്ട്, എല്ലാം ആപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. മറ്റൊരു ടീമാണ് സബ് കോൺട്രാക്ടർക്ക് നമ്മളൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടാവും, അവരുടെ എമൗണ്ടിന് ടൈം ഉണ്ടാവും, എല്ലാം ഉണ്ടെങ്കിലും അവർ പറഞ്ഞ എമൗണ്ട് ഒരു 15 ലക്ഷം കൊണ്ട് തീർക്കാൻ നിൽക്കാറ്. അവർ ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ കയറ്റിട്ടുണ്ടാവും 13 ലക്ഷം ആയിരിക്കും, അവരത് 15 തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടാവും. അവസാനം നമുക്കും ഓർമ്മ ഉണ്ടാവില്ല, അവർക്കും ഓർമ്മ ഉണ്ടാവില്ല എത്രയാണ് എമൗണ്ട്. സബ് കോൺട്രാക്ടർമാരുടെ എഗ്രിമെൻറ്റ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർക്ക് എത്ര കൊടുത്തു, എത്ര കിട്ടാനുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ് കോൺട്രാക്ടർക്കും ഒരു ഇൻഡിവിജ്വൽ പേജ് ഈ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ ടീമിനെയാണ്. നമ്മുടെ സൂപ്പർവൈസർ, നമ്മുടെ അക്കൗണ്ടൻറ്റ്, നമ്മുടെ പ്രൊജക്ട് മാനേജർ, ഇവരുടെ കൃത്യമായിട്ട് വർക്ക് എടുക്കുന്നുണ്ട്. രാവിലെ 9 മണിക്ക് വന്ന് വൈകുന്നേരം 6 മണി വരെ ഇവർ വർക്ക് എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആപ്ലിക്കേഷൻ വഴി മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്ന ടാസ്ക് മാനേജ്മെൻ്റ് ആണ്. ഇവർക്ക് രാവിലെ വന്ന ടാസ്ക് ഇടാൻ പറ്റും. എന്നിട്ട് ഞാൻ രാവിലെ 9 മണി മുതൽ 11 മണി വരെ ഇന്ന സൈറ്റിലാണ്, 11 മണി മുതൽ 1 മണി വരെ ഓഫീസിലാണ്, 2 മണി മുതൽ 5 മണി വരെ ഞാൻ കാലിക്കറ്റ് സൈറ്റിലാണ്. ഇങ്ങനെ അവർക്ക് ടാസ്കുകൾ ഇടാൻ പറ്റും. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടാസ്കിനും ഡിപ്പെൻസ് ആയിട്ട് ഫോട്ടോസ് ആ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാഫിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ അക്കൗണ്ടൻറ്റിനുള്ള പ്രശ്നം എന്താണ്? അക്കൗണ്ടൻറ്റ് കൃത്യമായിട്ട് കണക്കുകൾ കിട്ടുന്നില്ല, കൃത്യമായ ബില്ലുകൾ കിട്ടുന്നില്ല, ക്ലയൻറ്റിൻ്റെ അടുത്ത് പേയ്മെൻറ്റ് കിട്ടോ ഇല്ലേ അറിയാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഈ ആപ്ലിക്കേഷൻ വഴി അക്കൗണ്ടൻറ്റിന് അറിയാൻ പറ്റും. അക്കൗണ്ടിന് കൃത്യമായിട്ട് GST ഫയൽ ചെയ്യാനും അതുപോലെ തന്നെ അവർ റെക്കോർഡിക്കലാക്കി വെക്കാനും പറ്റും. ഈ ആപ്ലിക്കേഷനിൽ അക്കൗണ്ടൻറ്റിനും കൃത്യമായ ആക്സസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രൊജക്ട് മാനേജർ എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ, മൊത്തം 20 സൈറ്റിനെയും കൺട്രോൾ ചെയ്യാൻ നമ്മുടെ നേരത്തായ ഒരു എഞ്ചിനീയർ ഉണ്ടാവും. അദ്ദേഹത്തിനെയാണ് പ്രൊജക്ട് മാനേജർ വിളിക്കുന്നത്. അദ്ദേഹത്തിനും ഈ സൂപ്പർവൈസർമാരെ ടോട്ടലി കൺട്രോൾ ചെയ്യാൻ പറ്റും, സൈറ്റ് ടോട്ടലി കൺട്രോൾ ചെയ്യാൻ പറ്റും. സൂപ്പർവൈസർമാർ എന്തെങ്കിലും അപ്ലോഡ് ചെയ്താൽ അതിൽ തെറ്റുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാ കൺട്രോളുള്ള പ്രൊജക്ട് മാനേജർ നമുക്കുണ്ട്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ ഒറ്റയാനാണോ, നിങ്ങളുടെ കമ്പനി ആരുമില്ല, സൂപ്പർവൈസറോ പ്രൊജക്ട് മാനേജർ അക്കൗണ്ടൻറ്റോ ആരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം എന്ന് മാത്രം. ഇനി അതല്ല, നിങ്ങളും ഒരു സൂപ്പർവൈസറും മാത്രമുള്ളെങ്കിലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ആ അർത്ഥത്തിൽ എല്ലാ വിധേയനും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒറ്റയാളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതോടൊപ്പം നിങ്ങൾക്ക് കൂടുതൽ സൈറ്റ് വരുമ്പോൾ ടീം മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റണം എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമ്മുടെ അസറ്റ് മാനേജ്മെൻ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ ജാക്കി, സ്പാന്, ഷീറ്റ്, മിക്സർ മെഷീൻ, ബൈക്ക്, കാർ എല്ലാം സൈറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെയൊക്കെ ഡിപ്രിസിയേഷൻ എമൗണ്ട് നമ്മൾ കൂട്ടുന്നുണ്ടോ? അടുത്ത വർഷം കാറൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവുമോ? നമ്മൾ സൈറ്റ് എപ്പോഴും ലാഭത്തിലാവും. കാരണം എന്താ, ഇതിൻ്റെ ഒന്നും എമൗണ്ട് നമ്മൾ അതിന് കുറക്കുന്നില്ല. ഇതൊക്കെ എമൗണ്ട് കുറക്കുമ്പോൾ അതിന് ശേഷം ലാഭം ഉണ്ടെങ്കിലാണ് യഥാർത്ഥ ലാഭത്തിലോട്ട് വരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് അസറ്റുകൾ എഴുതി വെക്കാൻ പറ്റും. അസറ്റിലോട്ട് എങ്ങനെ ഇൻകം വന്നു, അസറ്റിൻ്റെ എക്സ്പെൻസ് എത്ര ഉണ്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഓഫീസ് എക്സ്പെൻസ്, ഓഫീസുമായി ബന്ധപ്പെട്ട സാലറി, കറണ്ട് ബില്ല്, റെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം. ഇനി ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ പോവാം, നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ് എങ്ങനെ ഡബിൾ ആവും. ഇതൊക്കെ ചെയ്താൽ ഡബിൾ ആവും, പക്ഷേ ഇതിലെന്തെങ്കിലും ഡിസ്പ്ലേ ഉണ്ട്. ഒറ്റ ക്ലിക്കിന് നിങ്ങളുടെ കമ്പനിയുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കിട്ടും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ടോട്ടൽ നിങ്ങൾക്കൊരു 15 സൈറ്റിലുണ്ടെങ്കിൽ 15 സൈറ്റിൽ ടോട്ടൽ എത്ര ക്രെഡിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടാനുണ്ട്, ടോട്ടലിന് എത്ര ബാലൻസ് ഉണ്ട്, ടോട്ടൽ നിങ്ങൾ എത്ര പെയ്ഡ് ചെയ്തു, എക്സ്പെൻസ് ആയി എന്ന കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ഫ്രണ്ട് പേജിൽ തന്നെ വരും. ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു പോർഷൻ ഉണ്ട്, അവിടെ മാത്രം നോക്കിയാൽ മതി നിങ്ങളുടെ പ്രൊജക്റ്റുകൾ, നിങ്ങളുടെ കമ്പനി ഏത് വഴിക്കാണ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊക്കെ പുറമെ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഈ ഇതുവഴി വരുന്നതെന്ന് വെച്ചാൽ,
ഒന്ന് എക്സ്പെൻസ് എൻ്റർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് എക്സ്പെൻസ് ഇതുവഴി എൻ്റർ ചെയ്യാൻ പറ്റും. എക്സ്പെൻസിൻ്റെ 3 എക്സ്പെൻസ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് സൈറ്റ് എക്സ്പെൻസിന് തന്നെ മെറ്റീരിയൽ എക്സ്പെൻസ്, ലേബർ എക്സ്പെൻസ്, സബ് കോൺട്രാക്ടർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ 3 രീതിയിൽ നമുക്ക് ഇതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അറ്റൻഡൻസ് എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ സൈറ്റിൽ എത്ര ആളുകളുണ്ടെന്ന് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ടാസ്ക് എല്ലാ സ്റ്റാഫിനും ടാസ്ക് രേഖപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ ഇതിലുള്ളതാണ് ഡ്രോയിങ്. നമുക്കറിയാം നമ്മൾ പല ഭാഗത്തു നിന്നും പോകുമ്പോഴേക്കാൻ ചിലപ്പോൾ സൈറ്റിലോട്ട് കയറാം. ആ സമയത്ത് സൈറ്റിൽ ഡ്രോയിങ് ഉണ്ടാവില്ല, എലിവേഷൻ ഉണ്ടാവില്ല, 3D ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് ഓരോ സൈറ്റിലും ഇത് കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആ സമയത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് സൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്രെഡിറ്റ് എന്ന ബട്ടൺ ഉണ്ട്. ഓരോ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലും ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൻ്റെ ഉപകാരം എന്താ വെച്ചാൽ, എനിക്ക് ഒരു 3 വർഷം മുന്നുണ്ടായ അനുഭവം എന്താ വെച്ചാൽ, രാമനാട്ടിൽ നല്ല സൈറ്റ് കിട്ടി. നോക്കുമ്പോൾ ആ ഒരു സൈറ്റ് ഒരു 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. നല്ലൊരു 4 ലക്ഷം പ്രോഫിറ്റും കിട്ടി. അങ്ങനെ ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞു. സൈറ്റ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 3 മാസം കഴിഞ്ഞ ശേഷം എനിക്കൊരു കോൾ വരുന്നുണ്ട്. നിങ്ങൾ രാമനാട്ട സൈറ്റ് കൊണ്ടുപോയിട്ടുള്ള പ്ലൈവുഡ് കുറച്ച് ഇവിടെ ബാലൻസും അതിൻ്റെ കുറച്ച് ക്യാഷ് അടക്കാണ്ട് ഏകദേശം 1.5-1.25 ലക്ഷം കൊടുക്കാണ്ട്. കാരണം അത് വലിയൊരു സൈറ്റായിരുന്നു. കാരണം ക്ലയൻറ്റ് ചിലപ്പോഴൊക്കെ പേയ്മെൻറ്റ് ഡയറക്റ്റ് കൊടുത്തിരുന്നു. ആക്ച്വലി ആ വെൻഡർ മറന്നുപോയി. എല്ലാം കഴിഞ്ഞ് ലാഭം വീതം വെച്ചതിന് ശേഷമാണ് ആൾ വിളിക്കുന്നത്. സൈറ്റ് എക്സ്പെൻസ് വരും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അത് 3-3.5 ലക്ഷം ലാഭമുള്ള ആ സൈറ്റ് ഒറ്റയടിക്ക് 1.5-2 ലക്ഷത്തേക്ക് ലാഭത്തേക്ക് വന്നു. ഇതെന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ, കൃത്യമായിട്ടും ഓരോ വെൻഡേഴ്സിൻ്റെ അടുത്തുള്ള ക്രെഡിറ്റിനെ കുറിച്ചുള്ള കണക്ക് നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഓരോ പ്രൊജക്റ്റിൻ്റെയും ക്രെഡിറ്റ് കിട്ടും, ടോട്ടൽ കമ്പനിയുടെയും ക്രെഡിറ്റ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഓരോ പ്രൊജക്റ്റിൻ്റെയും റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ആ പ്രൊജക്റ്റിൽ വന്ന ക്വാണ്ടിറ്റി, അതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ എമൗണ്ട് എല്ലാം അത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് ഈ ആപ്പ് വഴി കാണാൻ പറ്റും. അതിനൊക്കെ പുറമെ ഇതിൽ 5 ആൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ആ 5 ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റിന് ലോഗിൻ ചെയ്യുക, സൂപ്പർവൈസർക്ക് ലോഗിൻ ചെയ്യുക, പ്രൊജക്റ്റ് മാനേജർ ലോഗിൻ ചെയ്യുക, അക്കൗണ്ടൻറ്റ് ലോഗിൻ ചെയ്യുക, കമ്പനി MDക്ക് ലോഗിൻ ചെയ്യുക. വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആവും ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങളുടെ എല്ലാ വർക്കുകളും ഫുൾ കൺട്രോളിലാവും, നിങ്ങളുടെ എല്ലാ പ്രൊജക്റ്റും ഫുൾ കൺട്രോളിലാവും. നിങ്ങളുടെ കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഇൻസൈറ്റ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, താങ്ക് യു.